കൊറേലെ പണി എടുത്ത് എനിക്ക് മതിയായി. ഇവിടെ ഒരു ചെറിയോനുണ്ട്, ഏത് സമയം ഫോണ് കുത്തുക കളിക്കുക, ഫോണ് കുത്തുക കളിക്കുക, തിന്നുക തൂറുക. നിങ്ങൾക്ക് എന്താ അമ്മ ചെവിക്കോ സ്വൈര്യം തരുവോ? ഇപ്പൊ ഒരേലെ പണി എടുക്കാൻ അതിനെ കൊണ്ടാകുകയല്ല. ഞാൻ ഇതെല്ലാം വലിച്ചു വാരിയിട്ട് ഞാൻ എന്റെ പാട്ടിന് പോകും. നിങ്ങൾ പാട്ടിനോ ഡാൻസിനോ ഒന്നും പോണ്ട. നിങ്ങൾക്ക് ഇന്ന് ഈ ദിവസം ഇപ്പൊ ഒരേ പണി മൊത്തം എടുത്താ പോരെ? ചോറ് തിന്ന പൈതി ചോറ് ഇനി അതിൽ വെച്ച് പോവുകയല്ലേ, പ്ലേറ്റ് വെക്കാൻ കയ്യലായിട്ട് ആയിട്ട് ആ കുഴി മടിയനല്ലെങ്കിൽ അങ്ങനെ തെങ്ങി ആവട്ടെ പണിയെടുക്കുന്നത്. അമ്മേ ഇതൊക്കെ നിങ്ങൾ അടബക്ക്. നിങ്ങൾക്ക് എന്റെ വിലപ്പം മനസ്സിലാക്കി തരാം. ഒരു 5 മിനിറ്റ്. A few moments later. ദേവി അയച്ചേ, നിങ്ങൾ ഏടായിരുന്നു? ഇത് ഞാൻ മടിച്ചു വെക്കട്ടെ. എന്നാ ദേവിയച്ചേ മറക്കണ്ട. ഇതൊക്കെ ആരാ മോനെ? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? അമ്മേനെ ഞാനൊരു വാക്ക് പറഞ്ഞിക്കോ. ഇന്നിപ്പോ ഒരേ പണി മൊത്തം അമ്മ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതിന് ഞാനൊരു ഐഡിയ പ്രയോഗിച്ചതല്ലേ. ഫ്ലാഷ് ബാക്ക്. അമ്മേ ഇതൊക്കെ നിങ്ങൾ അടബക്ക്. നിങ്ങൾക്ക് എന്റെ വിലപ്പം മനസ്സിലാക്കി തരാം. ഒരു 5 മിനിറ്റ്. ഉണ്ണിയേട്ടാ, അമ്മേന്റെ വോട്ടൊന്ന് ചെറുതായിട്ട് മറിയാൻ സാധ്യതയുണ്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, മല 8ാം വാർഡിലെ സാജിദല്ലേ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നേ. ഓല് നേരത്തെ വന്ന് അമ്മേനോട് എന്തൊക്കെയോ കുശൂഷിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് സംശയം നമ്മളെ വോട്ട് അങ്ങോട്ട് മറിയാൻ സാധ്യത ഉണ്ടോന്ന്. ഇനി ഒറ്റ ഒരു വഴിയുള്ളൂ. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞങ്ങളെത്തി. എന്റെ കുഞ്ഞും മോനെ, എന്റെ ഐഡിയ ഞാൻ സമ്മതിച്ചു. അല്ലാണ്ട് അമ്മേ ഈറ്റികളൊക്കെ ഇനി കാണണമെങ്കിൽ 5 കൊല്ലം കഴിയണം. അല്ലാണ്ട് ഈറ്റികളൊന്നും ഇപ്പൊ അയക്ക് കാണില്ല. ഇങ്ങനെ ഒരു ഉപകാരം ഇപ്പൊ കിട്ടൂ, അത് മുതലാക്കേണ്ടി ആരാ? നമ്മളെ വോട്ടർമാരെ കടമ. അല്ലാണ്ട് ഈറ്റികളൊന്നും ഇപ്പൊ അയക്ക് കാണൂല.